ഹലോ. അങ്ങനെ നമ്മൾ നമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ താഴോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടായോ. അപ്പം രാവിലെ കഴിക്കാനായിട്ട് പൂരിയും കടലക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പുട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു. അവിടുത്തെ ഓരോ ഇങ്ങനെ കാഴ്ചയും കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. അവിടെ നിൽക്കുന്നവർക്ക് അങ്ങനെ ഭംഗി തോന്നിയില്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ഭംഗി തോന്നും കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ വില്ലനിങ്ങി വന്നു കേട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റ് എടുപ്പാണ്. അങ്ങനെ ഒരു മണിയൊക്കെ വരെ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ചോറ് കഴിക്കേണ്ട സമയമുണ്ട്. ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല മഴ. പിന്നെ ഞങ്ങൾ എന്നോട് ആ മഴ കണ്ടുകൊണ്ട് ചോറ് കഴിക്കുവാണ് കേട്ടോ. ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മേളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പണിയുണ്ടായിട്ട് നമ്മളത് പെട്ടെന്ന് തീർത്തിട്ട് നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുവാണേ. ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞാനും തങ്കും കൂടെ ആ ചേച്ചിയുടെ അങ്ങോട്ട് പോവാന്നേ. തങ്കു താണ്ടെ സ്പീഡിൽ കയറുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ച് കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴി പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയൊക്കെ കണ്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ചക്ക കൊണ്ടുവന്ന് ആ ചക്കയും വെട്ടിപ്പറക്കി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് ബർത്ത്ഡേ ബോയുടെ കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടാണ് കേട്ടോ ഇറങ്ങിയത്.